ടെക്നിക്കൽ വീഡിയോകൾ മലയാളത്തിൽ കാണുന്നതിനായി മല്ലു ടെക് ടോക്സിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനടുത്തായി കാണപ്പെടുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുന്നതിലൂടെ മല്ലു ടെക് ടോക്സിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം മീഡിയ ഫയലുകൾ, അത് ഓഡിയോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഒന്നിൻ്റെ ശബ്ദം മാത്രം നമുക്ക് എങ്ങനെ ഒരു സമയം കേൾക്കാം, വിഷ്വൽ മാത്രം ഒന്നിൻ്റെയും അതുപോലെ തന്നെ ഓഡിയോ മറ്റൊന്നിൻ്റെ ആയിട്ട് നമുക്ക് എങ്ങനെ അത് ഓർഗനൈസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ ആക്സസ് പാനൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വെബ് ക്രോമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പോപ്പപ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഓഡിയോ എനേബിൾഡ് ആയിട്ടുള്ള പോപ്പപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വെച്ചാൽ അരോചകമായിട്ട് തോന്നിയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം. ഓക്കെ, അതിനുള്ള ചെറിയൊരു യൂട്ടിലിറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ പേര് ജിബിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മല്ലു ടെക് ടോക്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഡിയോ കൺട്രോൾ നമുക്ക് എങ്ങനെ ചെയ്യാം. പലതരം ആപ്ലിക്കേഷൻ്റെ ഓഡിയോകളെല്ലാം നമുക്ക് എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കതെങ്ങനെ കൺട്രോൾ ചെയ്യാം. മാസ്റ്റർ വോളിയം അല്ലാതെ, മാസ്റ്റർ വോളിയം നമുക്കധികം ഉപയോഗപ്പെടുത്താതെ മറ്റ് വോളിയംസൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളൊരു ചെറിയൊരു ട്യൂട്ടോറിയലാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു യൂട്ടിലിറ്റിയാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ യൂട്ടിലിറ്റിയുടെ പേര് EarTrumpet എന്നാണ്. ഓക്കെ, ഇതാണ് EarTrumpet. ഓക്കെ, EarTrumpet ആണിത്. ചെറിയൊരു ആപ്ലിക്കേഷനാണ്. സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ബ്രൗസ് ചെയ്യുക, സിയിലോ അല്ലെങ്കിൽ ഡിയിലോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ വിൻഡോസിൻ്റെ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഡൗൺലോഡ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് എൻ്റെ ഇവിടെ ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാനത് പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനവിടെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, ഒരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യണം. പലതും പല വോളിയത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം പലതും പല വോളിയത്തിലാണ് ഇരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഓഡിയോ ഫയൽ ഞാൻ പ്ലേ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശബ്ദം ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ശബ്ദം നമുക്കത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് സിസ്റ്റം വോളിയത്തിൽ നിന്ന് സാധാരണ ഗതിയിൽ നമ്മൾ സിസ്റ്റം വോളിയത്തിൽ നിന്നായിരിക്കും നമ്മളത്. ഓക്കെ, ഈ സിസ്റ്റം വോളിയം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളത്. പക്ഷേ എല്ലാത്തിൻ്റെ വോളിയം ഒരേ സമയത്ത് അത് കുറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിനെല്ലാം സഹായിക്കാനായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ യൂട്ടിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം EarTrumpet നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഇതാണ് EarTrumpetൻ്റെ ഐക്കൺ എന്ന് പറയുന്നത്. പിന്നെ അവിടെ വോളിയത്തിൻ്റെ സിസ്റ്റം മാസ്റ്റർ വോളിയം ഉണ്ട്. അപ്പോൾ നമുക്ക് സർക്കാരത്തേക്ക് ഇത് നമുക്ക് ഈ സിസ്റ്റം ട്രേയിലോട്ട് മാറ്റാം. ഇതെന്താണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഈ യൂട്ടിലിറ്റി ഉപയോഗിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയ്ക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, അത്രയ്ക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് EarTrumpet എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളിപ്പം EarTrumpet എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടത് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ നമുക്ക് മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. പേടിക്കേണ്ട, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഐക്കണിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ സിസ്റ്റം ആപ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുണ്ട്, ഒരു ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഇത്രയും സിസ്റ്റം ആപ്ലിക്കേഷൻസ് നമുക്ക് അതിൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇതിൻ്റെയും വോളിയം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഓഡിയോ ഫയൽ ഞാൻ പ്ലേ ചെയ്യുകയാണ്. വീഡിയോ ഫയൽ പ്ലേ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഓഡിയോ ഫയൽ ഞാൻ പ്ലേ ചെയ്യുന്നു. ഒപ്പം തന്നെ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തു. ഓക്കെ, അപ്പം നമുക്കിത് ഓരോന്നായിട്ട് നമുക്കത്
അപ്പം കാണാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ എല്ലാത്തിൻ്റെയും വോളിയം ഞാനിപ്പോൾ കുറച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പാട്ടിൻ്റെ ഓഡിയോ ഫയലിന് മാത്രം ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ കൂട്ടാണ്. ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഐഡിയലായിട്ട് 0-ൽ നിൽക്കും. പക്ഷേ എൻ്റെ ഓഡിയോ ഫയൽ മാത്രം നമുക്കൊരു സമയം കേൾക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് പല രീതിയിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാട്ട് കിട്ടുകൊണ്ട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ചെറിയ വോളിയത്തിൽ നമുക്ക് പാട്ട് കിട്ടുകൊണ്ട് നമുക്കത് ഡിസ്റ്റർബിങ് ആവാത്ത രീതിയിൽ പാട്ട് കിട്ടുകൊണ്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. അങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് ഈ ഒരു ചെറിയ ഒരു യൂട്ടിലിറ്റി ഉപയോഗിച്ച് നമുക്ക് EarTrumpet എന്ന് പറഞ്ഞ യൂട്ടിലിറ്റി ഉപയോഗിച്ച് നമുക്കത് അനായാസം ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഭാവിയിലും കിട്ടുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണപ്പെടുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ദിസ് ഇസ് ജിബിൻ സൈനിങ് ഔട്ട് ഫ്രം മലയാളം ടെക് ടോക്സ്.